അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1430, സൂറത്ത് ഇബ്രാഹിം 35 മുതൽ 38 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذ قال إبراهيم ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. റബ്ബി എന്റെ നാഥ ഇജാൽ ഹാദൽ ബലദ, ഈ നാടിനെ നീ ആക്കേണമേ, ആമിനൻ നിർഭയത്വമുള്ള നാടാക്കേണമേ, വജ്നുബിലിയോ ബനിയ, എന്നെയും എന്റെ സന്താനങ്ങളെയും നീ അകറ്റി നിർത്തുകയും ചെയ്യണമേ, അൻ അഅ്ബുദൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട്. റബ്ബി എന്റെ നാഥ ഇന്നഹുന്ന, നിശ്ചയം ഈ ബിംബങ്ങൾ, അദ്ലൽന കസീറം മിനൻ നാസി, ജനങ്ങളിൽ നിന്ന് ധാരാളം ആളുകളെ വഴിതെറ്റിച്ചിരിക്കുന്നു. ഫമൻ തബിഅനി, അപ്പോൾ ആരെങ്കിലും എന്നെ പിന്തുടർന്നാൽ ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാണ്. വമൻ അസാനി, എന്നോടാരെങ്കിലും എതിര് നിൽക്കുകയാണെങ്കിൽ ഫഇന്നക ഗഫൂറുർ റഹീം, നിശ്ചയം നീ വല്ലാതെ പൊറുക്കുന്നവനും വല്ലാതെ കരുണ ചെയ്യുന്നവനുമാണ്. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നി, നിശ്ചയം ഞാൻ, അസ്കന്തു മിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ താമസിപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ, ഒരു താഴ്വരയിൽ, ഗൈരി ദീ സറഇൻ, കൃഷിയിടമല്ലാത്ത, കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ, അതായത് ഇൻദ ബൈത്തിക്കൽ മുഹറം, നിന്റെ പവിത്രമായ കഅബാലയത്തിനടുത്ത് എന്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബന, എന്റെ നാഥ, ഞങ്ങളുടെ നാഥ, ഞാൻ അവരിവിടെ താമസിപ്പിച്ചിരിക്കുന്നതിൽ യുഖീമുസ്സലാത്ത, അവർ നിസ്കാരം നിലനിർത്തുന്നവരാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഫജൽ അഫ്ഇദത്തം മിനൻ നാസി, ജനങ്ങളിൽ നിന്ന് ചിലരുടെ ഹൃദയങ്ങളെ നീ ആക്കേണമേ, തഹ്വി ഇലൈഹിം, അവരിലേക്ക് ആഗ്രഹിക്കുന്നതും ആകർഷിക്കുന്നതുമാക്കേണമേ, വർസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് നീ പഴങ്ങളിൽ നിന്ന് ഉപജീവനം നൽകുകയും ചെയ്യണമേ, ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരാവാൻ വേണ്ടി. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിനു, ഞങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം നിനക്ക് അറിയുന്നതാണ്. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹുവിന്റെ മേലിൽ ഒന്നും തന്നെ അവ്യക്തമല്ല, ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒരു കാര്യവും അല്ലാഹുവിന്റെ മേലിൽ അവ്യക്തമല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയിൽ കാണാം എന്ന് ഖുർആൻ പറയുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂക്തങ്ങളിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ തെളിവുകൾ വെച്ചുകൊണ്ട് ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണെന്നും അവനല്ലാതെ മറ്റൊരു ദൈവത്തിനെയും ആരാധിക്കുന്നത് ശരിയാവുകയില്ലെന്നും സൂചിപ്പിക്കുകയായിരുന്നുവല്ലോ. വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും കൃത്യമായി വിവേചിച്ച് മനസ്സിലാക്കി തന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള തെളിവുകൾ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ നിന്ന് അള്ളാഹു തആല കാണിച്ചു തന്നതിനു ശേഷം
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇവിടെ അല്ലാഹു തആല പറയുമ്പോൾ ആ ചരിത്രത്തിലും പ്രധാനമായും എന്താണ് ഊന്നി പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ സമൂഹം അങ്ങേയറ്റം മൂടുറച്ചു പോയിരുന്ന ഒരു ബിംബാരാധന എന്ന് പറയുന്ന തിന്മ, ആ തിന്മയിൽ നിന്ന് അവരെ തടയാനും അതിൽ നിന്ന് പ്രതിരോധം തീർക്കാനും ആവശ്യമായി മഹാനരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയിട്ടുള്ള ധീരോദാത്തമായ മുന്നേറ്റത്തിന്റെ പടയോട്ടത്തിന്റെ ചരിത്രമാണ്. അപ്പൊ ആ ചരിത്രം അല്ലാഹു തആല ഇവിടെ പറയുമ്പോൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള വിശദീകരണങ്ങളുടെ ഒരു പൂർത്തീകരണം പോലെ, അല്ലെങ്കിൽ അതിനുള്ളൊരു കൃത്യമായിട്ടുള്ള ഉപോത്ബലകമായ തെളിവ് പറയുന്നത് പോലെയാണ് അല്ലാഹു തആല ഈ സൂക്തങ്ങളെ ഇവിടെ വിശദീകരിക്കുന്നത്. അതാണ് മുൻ ആ സൂക്തങ്ങളുമായി ഈ വാക്കുകൾക്കുള്ള പ്രത്യേകമായ അടുപ്പവും ബന്ധവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. ഈ അധ്യായം തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നാമധേയത്തിലാണല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഒട്ടനവധി ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാഠമാവാൻ, നമുക്ക് മാതൃകയാക്കാൻ ഒക്കെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു സമൂഹമായിരുന്നു എന്ന് പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പ്രശംസിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നിത്തബിയ മില്ലത്തെ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗം അത് പിന്തുടരണം എന്ന കൽപ്പന മുത്തുനബിയോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ചുരുക്കം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് നടത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും തന്റെ ജീവിതത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ കാര്യങ്ങളുമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് എന്ന് തന്നെയാണ് ഇതിവിടെ പറയുന്നതിന്റെ ഉദ്ദേശ്യം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, യദ്കുറു തആല ഫീ ഹാദൽ മഖാമി, ഈ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുഹ്തജ്ജൻ അലാ മുശ്രിക്കിൽ അറബി, അറബികളിലുള്ള ബഹുദൈവാരാധകന്മാർക്കെതിരിൽ തെളിവ് സ്ഥാപിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. എന്ത്? ബി അന്നൽ ബലദൽ ഹറാമ മക്കത്ത, വിശുദ്ധ നാടായിട്ടുള്ള മക്ക എന്ന് പറയുന്നത് ഇന്നമാ വുളിഅത് അവ്വലമാ വുളിഅത്, അത് സ്ഥാപിക്കപ്പെട്ട ആദ്യകാലം മുതൽ തന്നെ അത് സ്ഥാപിക്കപ്പെട്ടിരുന്നത് അലാ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, ഒരു പങ്കുകാരുമില്ലാതെ, ഒരു ഷെയറുകാരും കൂട്ടുകാരുമില്ലാതെ ഏകനായി ആരാധിക്കപ്പെട്ട അള്ളാഹുവിന്റെ ആരാധനയുടെ മേലിലാണ്. വഅന്ന ഇബ്രാഹിമ അല്ലദീ കാനത് ആമിറത്തൻ ബിസബബിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരു പറഞ്ഞാണല്ലോ ഇന്നും ഞങ്ങൾ ഇബ്രാഹിമി സരണിയുടെ വക്താക്കളാണെന്ന അഭിമാനം കൊണ്ടുകൊണ്ടല്ലേ മക്കക്കാർ ജീവിക്കുന്നത്. എങ്കിൽ അങ്ങനെയുള്ള ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബക്കാരാണ്, സ്വന്തക്കാരാണ് എന്ന് അഭിമാനം പറയുകയും ഒക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തബറഅ മിമ്മൻ ഉബിദ ഗൈറുല്ലാഹ്, മിമ്മൻ അബദ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരോടൊന്നും തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരോടുള്ള ബന്ധം ഒഴിയുന്നതായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇവിടെ അല്ലാഹു നടത്തുന്നത്. വഅന്നഹു ദഅാ ലിമക്കത ബിൽ അംനി, മക്ക എന്ന നാടിന് നിർഭയത്വം ഉണ്ടാവണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തിട്ടുണ്ട് എന്നും അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുകയാണ്. വഖദ് ഇസ്തജാബ അല്ലാഹു ലഹു, ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല സൂറത്തുൽ അൻകബൂത്തിന്റെ 67-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫുൻ നാസു മിൻ ഹൗലിഹിം. അല്ലാഹു തആല പറയാണ്, ഈ മക്ക എന്ന പ്രദേശം അതിന്റെ പരിസരവും അതിനൊരു നിർഭയത്വമുള്ള പവിത്ര ഭൂമിയായി നാം ആക്കിയില്ലയോ, അതവർ ചിന്തിക്കുന്നില്ലയോ. അവരുടെ ചുറ്റുഭാഗത്തുള്ള ജനങ്ങൾ റാഞ്ചിയെടുക്കപ്പെടുന്നു. വെച്ചാൽ അക്രമം അരങ്ങേറുന്ന സാഹചര്യങ്ങൾ ഹറമിന്റെ പരിസരത്ത് ധാരാളം നടക്കുമ്പോൾ ഹറമിലേക്ക് എത്തുന്ന ആളുകൾക്കെതിരെ ആക്രമണോത്സുകതയോടുകൂടെ ഒരു ശത്രുവും കടന്നു വരാത്ത വിധം ഹറമിന്റെ പവിത്രതയും അതിന്റെ നിർഭയത്വവും നാം സ്ഥാപിച്ചത് അവർ കണ്ടില്ലയോ എന്ന് മുശ്രിക്കുകൾക്കെതിരിൽ അല്ലാഹു തആല ചോദിച്ചത് സൂറത്തുൽ അൻകബൂത്തിലുണ്ട്. അതേപോലെ വഖാല തആല, അല്ലാഹു പറഞ്ഞു, ഇന്ന അവ്വല ബൈതിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ. മൂന്നാമത്തെ ആയ സൂറത്തു ആല ഇംറാന്റെ 96-97 സൂക്തങ്ങളിൽ അല്ലാഹു തആല പറയാണ്,
അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അനുഗ്രഹീതമായ മക്കയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം, ഭൂമിയിൽ തന്നെ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം, അത് അള്ളാഹുവിന്റെ കഅബയാണ്. ആ കഅബ എന്ന് പറയുന്നത് അനുഗ്രഹീതമാണ് എന്നു മാത്രമല്ല ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നതുമാണ്. വ്യക്തമായ ധാരാളം ദൃഷ്ടാന്തങ്ങളും ഇബ്രാഹിം മഖാം എന്ന് പറയുന്ന അനുഗ്രഹീതമായ കല്ലും അവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും ആ ഹറമിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനായി എന്ന് ആല ഇമ്രാൻ സൂറത്തിലും അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞതായി അള്ളാഹു ഇവിടെ പറയുന്നത് എന്താ? റബ്ബിജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കണമേ എന്നാണ്. ഈ നാടിനെ എന്ന് മക്കയെ സ്പെസിഫിക് ആയിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരാമർശിക്കുകയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ പരാമർശിക്കുന്ന ഒരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ പറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അള്ളാഹു പറയുമ്പോ, അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്ന മക്കക്കാർക്ക് ഇബ്രാഹിം നബിയുമായി ആശയപരമായി ആദർശപരമായി യാതൊരു ബന്ധവുമില്ല എന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ നോക്കൂ, വൈദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. എന്ത്? റബ്ബി എന്റെ നാഥ ഇജഅൽ ഹാദൽ ബലദ, ഈ നാടിനെ, മക്ക എന്ന നാടിനെ നീ ആക്കേണമേ ആമിനൻ, നിർഭയത്വമുള്ള നാടാക്കേണമേ, ആർക്കും ഭയമില്ലാതെ കടന്നു വരാവുന്ന, ഇവിടെ ഞാൻ ആക്രമിക്കപ്പെടുമെന്ന ഒരു സന്ദേഹം ആരുടെയെങ്കിലും മനസ്സിൽ ഉണ്ടാവാത്ത, അസമാധാനം അഴിഞ്ഞാടുന്ന സാഹചര്യങ്ങളില്ലാത്ത, സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള അവസരം ഒരുക്കപ്പെട്ട നാടാക്കി ഈ നാടിനെ മാറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട മഹാനായ നൈസാബൂരി ഇമാമ് തന്റെ ഖറായിബുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വസുഇല ഇബ്രാഹിം വഇന്നമാ ഖദ്ദമ തലബൽ അംനി അലാ സായിരിൽ മതാലിബി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറ്റെല്ലാ ആവശ്യങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് നിർഭയത്വമാണ്, സേഫ്റ്റിയെക്കുറിച്ചുള്ള ചിന്തയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആദ്യമേ മുന്നോട്ട് വെച്ചത്. അതെന്തുകൊണ്ടാണ്? ലിഅന്നഹു ലൗലാഹു, സുരക്ഷിതത്വമില്ലെങ്കിൽ ലം യഫ്റഗൽ ഇൻസാനു ലിശൈഇൻ ആഖറ മിൻ മുഹിമ്മാത്തിദ്ദീനി വദ്ദുനിയ, ഭൗതികമോ ആത്മീയമോ ആയിട്ടുള്ള മറ്റൊരു സംഗതിയിലേക്കും മനുഷ്യന് സ്വസ്ഥമായിട്ട് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജീവിത വ്യവഹാരത്തിന്റെ മാർഗങ്ങളിലൂടെ ആയാലും ധാർമ്മികമായ മുന്നേറ്റത്തിന്റെ റൂട്ടിലൂടെ ആയാലും മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകണമെങ്കിൽ സ്വസ്ഥതയും സമാധാനവും എന്നത് ലഭ്യമാകണം. എന്നിട്ട് മഹാനവറുകൾ സൂചിപ്പിക്കുകയാണ്, സുഇല ബഅദുൽ ഹുകമായി, ചില മഹാന്മാരോട്, സൂക്ഷ്മജ്ഞാനികളായ ആളുകളോട് ചോദിക്കപ്പെട്ടു, അന്നൽ അംന അഫ്ളലു അമിസ് സിഹ്ഹ, ആരോഗ്യമാണോ അതല്ല നിർഭയത്വമാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? സുരക്ഷിതത്വ ബോധം, സമാധാനാന്തരീക്ഷം, ഇതൊക്കെയാണോ പ്രാധാന്യം അതല്ല ആരോഗ്യത്തിനോ എന്നൊരു ചോദ്യമുണ്ടായി. അപ്പൊ ഫഖാല, ആ സൂക്ഷ്മാലുവായ പണ്ഡിതൻ പറഞ്ഞ മറുപടി അൽ അംനു, നിർഭയത്വത്തിനാണ് ശ്രേഷ്ഠത കൂടുതൽ. എന്നിട്ടോ അതിന്റെ തെളിവെന്താണ്? അദ്ദേഹം പറഞ്ഞു, അന്ന ശാത്തൻ ലവിംഗസരത്തിൽ ജിരുഹ, ഒരാടിന്റെ കാല് പൊട്ടി, മുറിവ് പറ്റിയിട്ട് പൊട്ടിയാൽ ഫൈന്നഹാ തസിഹു ബഅദ സമാനിൻ, കുറച്ചു കാലം കഴിയുമ്പോൾ അത് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയും ആ പൊട്ടിന്റെ മുറിവും വേദനയും ഒക്കെ മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. എന്നിട്ടോ ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ നടക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ, വേച്ചുവേച്ച് നടക്കാനുള്ള അവസരം വന്നാൽ പോലും ആ ആട് മുന്നോട്ട് വരികയും കൃഷിയിടങ്ങളിലൂടെ അതേപോലെ തന്നെ അതിന് തിന്നാനുള്ള പുല്ലും മറ്റ് സംവിധാനങ്ങളും ഉള്ള സ്ഥലത്തുകൂടെ അത് മേയുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യും. അതേസമയത്ത് വൈന്നഹ, അതേ ആടിനെ തന്നെ ലൗ റുബിതത് ഫീ മൗളഇൻ, ഒരു സ്ഥലത്ത് കെട്ടിയിടപ്പെട്ടു, വറുബിത ബിൽ ഖുർബി മിൻ ഹാദി അബുദ്, അതിനൊരു അടുത്തൊരു സ്ഥലത്ത് തന്നെ ആ നായയുടെ ആജന്മശത്രുവായ ഒരു ചെന്നായയെയും കെട്ടിയിട്ടു. എന്നാൽ ആ ചെന്നായയെ കെട്ടിയിട്ടാൽ ഫൈന്നഹ തുംസികു അനിൽ അൽഫി വലാ തതനാവലു ശൈഅൻ ഇലാ അൻ തമൂത്, തൊട്ടടുത്ത് കെട്ടിയിട്ട ഈ ചെന്നായ കാരണത്താൽ ആ ചെന്നായ എന്നെ ആക്രമിച്ചേക്കുമോ എന്ന ഭയം മനസ്സിൽ വന്നാൽ, നിർഭയത്വത്തിന് പകരം ഭയത്തിന്റെ സാഹചര്യമുണ്ടായാൽ ആ ആട് പുല്ല് തിന്നുകയോ അല്ലെങ്കിൽ മറ്റു ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ ഭയപ്പെട്ടുകൊണ്ടത് ചത്തുപോകുന്ന സാഹചര്യമുണ്ടാകും. അപ്പോ ഫദല്ല ദാലിക അലാ അന്നൽ ളററൽ ഹാസില മിനൽ ഖൗഫി
അശദ്ദു മിനൽ അലമിൽ ഹാസിലിൽ ജസദി. ഈ ഒരു സംഭവം നമുക്ക് തെളിയിച്ചു തരുന്നത് എന്താണ്? ശരീരത്തിനുണ്ടാകുന്ന അനാരോഗ്യകരമായ സാഹചര്യങ്ങളെക്കാൾ മനസ്സിനുണ്ടാകുന്ന ഭയം മൂലമുള്ള ബുദ്ധിമുട്ടിനാണ് കൂടുതൽ അപകടം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിർഭയത്വം എന്ന് പറയുന്നത്, സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, അവനവന്റെ സമ്പത്തിനും ശരീരത്തിനും രക്ഷയുണ്ട് എന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, അതൊരു നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ ദുആ ചെയ്തത്, റബ്ബന റബ്ബി, പടച്ചവനെ, ഇജ്അൽ ഹാദൽ ബലദ, ഈ നാടിനെ നീ ആക്കണം ആമിനൻ, നിർഭയത്വമുള്ളതാക്കണം എന്ന് പറഞ്ഞത്. ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ല, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാൻ പാടില്ല, ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതയുടെ കുഴപ്പങ്ങളുടെ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുകയും ചെയ്തു എന്നല്ലേ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ 6-ാം നൂറ്റാണ്ടിലെ അറബികൾ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം സ്വീകരിച്ചപ്പോൾ പോലും ഹറമിലും മക്കയുടെ പരിധിയിലൊന്നും അവർ പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കാറില്ല. സ്വന്തം പിതാവിനെ കൊല ചെയ്തയാളെ ഹറമിൽ വെച്ച് കണ്ടാൽ പോലും ഹറമിന്റെ പുറത്തെത്തിയിട്ടല്ലാതെ അവനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കാറില്ല. അപ്പൊ ഹറം എന്നും സ്വസ്ഥമായി സ്വൈരത്തോടുകൂടെ കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള അപവാദങ്ങൾ അതിന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ ആ അപവാദങ്ങൾ ഉണ്ടാക്കിയവരെല്ലാം അല്ലാഹു തആല കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട് എന്ന് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം നബിന്റെ ദുആയുടെ പ്രാധാന്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാന്നർത്ഥം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം രണ്ടാമത് ദുആ ചെയ്യുന്നത് എന്താ? വജ്രുബിനി വ ബനിയ, എന്നെയും എന്റെ സന്താനങ്ങളെയും നീ അകറ്റേണമേ അല്ലാഹുവേ അൻ അബ്ദുൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് അകറ്റേണമേ. അഥവാ ബിംബാരാധന എന്ന തിന്മയിലേക്ക് ഞാനോ എന്റെ സന്താനങ്ങളോ ചെന്നെത്തുന്നൊരു സാഹചര്യം ഉണ്ടാകാതെ നീ സംരക്ഷണം നൽകണമേ അല്ലാഹുവേ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിന്റെ കാരണം പറയാണ്, റബ്ബി, എന്റെ നാഥ, ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, നിശ്ചയം ഈ ബിംബങ്ങൾ ധാരാളം മനുഷ്യരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. ധാരാളം മനുഷ്യരെ വഴിതെറ്റിച്ചു. ബിംബങ്ങൾ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബിംബങ്ങൾ വഴിതെറ്റാൻ കാരണമായി പല ആളുകളും ബിംബത്തോടുള്ള ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട്, അതിനോടുള്ള ആദരവ് കൊണ്ട് അവകളെ ആരാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ശരിയായ റൂട്ടിൽ നിന്ന് തിന്മയുടെയും അതേപോലെ തന്നെ നന്മയിൽ നിന്ന് അപകടത്തിന്റെയും ശൈലിയിലേക്ക് ജനങ്ങൾ പലരും എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ പടച്ചോനെ, ആ ബിംബങ്ങളെ ആരാധിക്കുന്ന, അവകളെ ആ അർത്ഥത്തിൽ ബഹുമാനിക്കുന്ന സ്വഭാവത്തിൽ ഞാനോ എന്റെ സന്താനങ്ങളോ എത്താതിരിക്കാൻ വേണ്ട സഹായം നീ ചെയ്യണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയാണ്, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, അപ്പോൾ ആരെങ്കിലും എന്നെ പിന്തുടർന്നാൽ, അതായത് എന്റെ നിലപാട് ഇപ്പൊ എന്താണ്? ബിംബാരാധന പാടില്ല എന്നാണ്. ആ നിലപാടിൽ എന്നെ ആരെങ്കിലും പിന്തുടർന്നാൽ ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാണ്. അഥവാ എന്റെ കാഴ്ചപ്പാടും എന്റെ നിലപാടും ഉൾക്കൊണ്ട ആളാണ്. അതേസമയത്ത് ഒമൻ അസാനി, ആരെങ്കിലും എനിക്ക് എതിര് നിന്നാൽ, അതായത് ബിംബാരാധനയുടെ ആളുകളായി മാറിയാൽ, ഫൈന്നക ഗഫൂറുർ റഹീം, നിശ്ചയം നീ അവർക്ക് പുറത്തു കൊടുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിവിധ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. നീ എനിക്ക് ബിംബാരാധനയിൽ ഏർപ്പെട്ട ആളുകൾ അവര് ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അവരെ സ്വീകരിക്കാൻ നീ റെഡിയാണ് എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, അങ്ങനെയൊക്കെ അബദ്ധം ചെയ്തവനും നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ആ പുറത്തു കൊടുക്കുന്നതിനെ തടയാനൊന്നും ലോകത്താരുമില്ല. പക്ഷെ അല്ലാഹു തആല തീരുമാനിച്ചു, എന്ത്? ശിർക്ക് ചെയ്ത് പശ്ചാത്തപിക്കാതെ അങ്ങ് മരിച്ചുപോയാൽ അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കൂല എന്ന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂക്തം, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്ത ഈ സൂക്തം ഇത് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. അതേപോലെ തന്നെ ഖൗലു ഈസാ, ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പാരായണം ചെയ്തു. എന്താ ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞത്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇവരെ നീ ശിക്ഷിച്ചാൽ അവർ നിന്റെ അടിമകളാണ്, അവരെ ശിക്ഷിക്കാൻ നിനക്ക് റൈറ്റ് ഉണ്ട് അല്ലാഹുവേ. ഇനി നീ അവർക്ക് പുറത്തു കൊടുത്താലോ? നീ ഏറ്റവും പ്രതാപിയാണല്ലോ, നിന്റെ തീരുമാനം നടപ്പാക്കാൻ അധികാരമുണ്ടല്ലോ. അതുകൊണ്ട് പറ്റുമെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കണം എന്ന അർത്ഥം വരുന്ന ആശയം
ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമും പറഞ്ഞത്. ഈ രണ്ട് സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. പാരായണം ചെയ്തതിനു ശേഷം റഫഅയദൈഹി, അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കൈകളും ഉയർത്തിയിട്ട് സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായം, എന്റെ സമുദായം എന്ന് 3 തവണ പറയുകയും വബക്ക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും ചെയ്തു. അങ്ങനെ ഫഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പോകണം. റബ്ബുക അലം, അല്ലാഹുക്കത് അറിയാം, എന്നാലും പോയിട്ട് വസൽഹു മാ യുബ്കീക്ക്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കണം. അങ്ങനെ ഫാത്താഹു ജിബ്രീൽ അലൈഹിസ്സലാം ഫസാലഹു, ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിന്റെ അടുത്ത് വരികയും എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖാൽ, അല്ലാഹു തആല പറഞ്ഞ ആ സംഗതികൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്റെ സമുദായത്തിന്റെ കാര്യത്തിലുള്ള വിഷമം കൊണ്ടാണ് കരയുന്നത് എന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കാര്യം അല്ലാഹുവിനോട് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഫഖാൽ അല്ലാഹു പറഞ്ഞു ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം വീണ്ടും. എന്നിട്ട് ഫഖുൽ ലഹു, നബി തങ്ങളോട് പറയണം ഇന്നാ സനുർലീക ഫീ ഉമ്മത്തിക വലാ നസൂഉക, അങ്ങയുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ തങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തും, തങ്ങളെ ഞാൻ വിഷമിപ്പിക്കില്ല എന്നൊരു പ്രോമിസ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് പറയണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞയച്ചു. എന്നാലോചിച്ച് നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിന്റെ വിഷയത്തിലുള്ള കെയറും ശ്രദ്ധയും എത്രമാത്രമുണ്ടെന്ന്. അപ്പൊ നബിതങ്ങളുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അല്ലാഹു തആല നബിതങ്ങളെ സഹായിക്കാമെന്ന്, അതേപോലെ അവരെ കഷ്ടപ്പെടുത്തുകയില്ല എന്ന് അല്ലാഹു തആല പ്രഖ്യാപനം നടത്തിയെന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറഞ്ഞു റബ്ബന, ഞങ്ങളുടെ നാഥായി നീ അസ്കന്തു മിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദി സറഇൻ, കൃഷിയിടമല്ലാത്ത ഈ മലഞ്ചെരുവിൽ, ഈ താഴ്വാരത്ത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഹാജർ ബീവിയെയും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഅബാലയത്തിന്റെ പരിസരത്ത് താമസിപ്പിച്ചതിനെ പറ്റിയാണ് ഇവിടെ പ്രഖ്യാപനം നടത്തുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയാണ് ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ വിശുദ്ധമായ കഅബാലയത്തിനടുത്ത് ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.